ഹായ് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം പണം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്, നമ്മളിൽ പലരും കഷ്ടപ്പെടുമ്പോ? അതിന്റെ ഉത്തരം ഒരുപക്ഷെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലല്ല, നമ്മുടെ തലയ്ക്കകത്താണ്. ഇന്ന് നമ്മൾ ടി ഹാർവ് എക്കറിന്റെ സീക്രട്സ് ഓഫ് എ മില്യനെയർ മൈൻഡ് എന്ന ബുക്കിലെ 5 പ്രധാന പാഠങ്ങൾ നോക്കാൻ പോവാണ്. ഇത് ചിലപ്പോ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ തന്നെ മാറ്റിമറിച്ചേക്കാം. അപ്പോ റെഡിയല്ലേ? തുടങ്ങാം. അപ്പോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഈ ചോദ്യം നിങ്ങളോട് തന്നെയാണ്. പണം നിങ്ങൾക്കൊരു പ്രശ്നമാണോ? അതായത് എത്ര കിട്ടിയാലും മാസം അവസാനം കൈ കാലിയാവുന്നൊരവസ്ഥയുണ്ടോ? വിഷമിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം പണപ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് നോക്കും. പിന്നെ ഒരു മില്യനെയർ മൈൻഡ്സെറ്റിലെ 4 കിടിലൻ പാഠങ്ങൾ. ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഇന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആക്ഷൻ സ്റ്റെപ്പ്. അപ്പോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ, എന്താണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ അടിസ്ഥാന കാരണം? നമ്മൾ വിചാരിക്കും കയ്യിൽ കാശില്ലാത്തതാണ് എന്റെ പ്രശ്നം എന്ന്, അല്ലേ? പക്ഷേ അതൊരു സിംറ്റം മാത്രമാണ്, ഒരു രോഗലക്ഷണം പോലെ. അസുഖം വേറെവിടെയോ ആണ്, നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത ഒരിടത്ത്. ദാ ഈ ചിത്രം നോക്കൂ. ഒരു മരം, അതിന്റെ മുകളിലുള്ള പഴങ്ങൾ, അതായത് ഫ്രൂട്ട്സ്, അതാണ് നമ്മുടെ റിസൾട്ട്സ്. നമ്മുടെ ബാങ്കിലുള്ള പണം, നമ്മുടെ ജോലി, ഇതൊക്കെ നമുക്ക് പുറമേ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ പഴങ്ങൾ എവിടുന്നാ വരുന്നത്? തീർച്ചയായും മണ്ണിനടിയിലുള്ള വേരുകളിൽ നിന്നല്ലേ. ആ വേരുകൾ നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെയാണ് നമ്മുടെ ഇന്നർ വേൾഡ്, അതായത് നമ്മുടെ ചിന്തകൾ, വിശ്വാസങ്ങൾ. അപ്പൊ പോയിന്റ് ഇതാണ്, പുറത്തുള്ള ഫലം മാറ്റണമെങ്കിൽ ആദ്യം മാറ്റേണ്ടത് ഉള്ളിലുള്ള വേരുകളെയാണ്, ബാങ്ക് അക്കൗണ്ടിനെയല്ല, നമ്മുടെ ചിന്തകളെയാണ്. ഈ ഇന്നർ വേൾഡിനെയാണ് ഈ പുസ്തകത്തിൽ ഫൈനാൻഷ്യൽ ബ്ലൂ പ്രിന്റ് എന്ന് വിളിക്കുന്നത്. ഒന്നുമില്ല, സിമ്പിളായി പറഞ്ഞ, ചെറുപ്പം തൊട്ടേ പണത്തെക്കുറിച്ച് നമ്മൾ കേട്ടും കണ്ടും പഠിച്ച കാര്യങ്ങളില്ലേ, പണം മരത്തിൽ കായ്ക്കുന്നതല്ല എന്നൊക്കെ. അതൊക്കെ നമ്മുടെ തലയിലൊരു പ്രോഗ്രാം പോലെ സെറ്റായി കിടപ്പുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ എല്ലാ പൈസയുടെ തീരുമാനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ഈ ബ്ലൂ പ്രിന്റാണ്. അപ്പൊ മനസ്സിലായല്ലോ മാറ്റം എവിടെയാ തുടങ്ങേണ്ടതെന്ന്? അതെ, ഇവിടെ തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ലെസണിലേക്ക് കിടക്കാം. ഒരു മില്യനെയർ മൈൻഡ്സെറ്റിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. സംഭവം സിമ്പിളാണ്, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. സമ്പന്നരുടെ മൈൻഡ്സെറ്റ് എന്താണെന്നറിയോ? എന്റെ ജീവിതം ഞാൻ തീരുമാനിക്കും, ഞാനാണിതിന്റെ ഡ്രൈവിംഗ് സീറ്റില്. പക്ഷെ മറുവശത്ത് പാവപ്പെട്ടവരുടെ ചിന്താഗതിയോ? എല്ലാം എന്റെ വിധിയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെപ്പോഴും 3 കാര്യങ്ങൾ ചെയ്യും. മറ്റുള്ളവരെ കുറ്റം പറയും, ഓരോ ന്യായങ്ങൾ കണ്ടെത്തും, പിന്നെ എപ്പോഴും പരാതി പറയും. ഈ 3 സ്വഭാവങ്ങളുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങളൊരു വിക്ടിം റോള് കളിക്കുകയാണ്. ഇതൊന്ന് ഓർത്തുവെച്ചോ, സമ്പന്നനായ ഒരു ഇര ഈ ലോകത്തില്ല. വളരെ പവർഫുള്ളായ ഒരു വാചകമാണിത്. അതായത് നിങ്ങൾക്ക് സാമ്പത്തികമായി വിജയിക്കണമെങ്കിൽ ആദ്യം തന്നെ ഈ ഞാനൊരു ഇരയാണ് എന്നുള്ള ചിന്തയെടുത്ത് കളയണം. എന്നിട്ട് ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് സ്വന്തം കയ്യിലെടുക്കണം. അടുത്തത് ലെസൺ നമ്പർ 2. നിങ്ങൾ ഈ മണി ഗെയിം എങ്ങനെയാണ് കളിക്കുന്നത്, അതിനെക്കുറിച്ചാണിത്. ഇതൊരു ഫുട്ബോൾ കളി പോലെയാ. സമ്പന്നർ കളിക്കുന്നത് ജയിക്കാനാണ്, അതായത് ഗോൾ അടിക്കാൻ. അവിടെ ലക്ഷ്യം വലിയ സമ്പത്ത് നേടുക എന്നതാണ്. പക്ഷെ സാധാരണക്കാരോ, അവർ കളിക്കുന്നത് തോൽക്കാതിരിക്കാനാണ്, അതായത് ഗോൾ വാങ്ങാതിരിക്കാൻ ഡിഫെൻഡ് ചെയ്ത് കളിക്കും. അവരുടെ ലക്ഷ്യം വെറും ബില്ലുകളൊക്കെ അടച്ച് ഒരു കുഴപ്പമില്ലാതെ അങ്ങ് ജീവിച്ചു പോവുക എന്നതാണ്. പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ ലക്ഷ്യം കംഫർട്ടബിളായി ജീവിക്കുക എന്നതാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും റിച്ച് ആകില്ല. എന്നാൽ നിങ്ങളുടെ ലക്ഷ്യം റിച്ച് ആകുക എന്നതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വെരി കംഫർട്ടബിളായി ജീവിക്കും. ചിന്തിച്ചു നോക്കൂ. ഓക്കെ, 3ാമത്തെ പാഠം. ഇത് ശരിക്കും നമ്മുടെ ചിന്തയുടെ സൈസിനെക്കുറിച്ചാണ്. എത്ര വലുതായി നമുക്ക് ചിന്തിക്കാൻ പറ്റും? ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, സമ്പന്നർ അവരുടെ പ്രോബ്ലംസിനേക്കാൾ വലുതാണ്, എന്നാൽ പാവപ്പെട്ടവർ അവരുടെ പ്രോബ്ലംസിനേക്കാൾ ചെറുതാണ്. ഇതിന്റെ അർത്ഥം പണക്കാർക്ക് പ്രശ്നങ്ങളില്ല എന്നല്ല കേട്ടോ, തീർച്ചയായുമുണ്ട്. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോ അവർ സ്വയം വളർന്ന് ആ പ്രശ്നത്തെ ഒരു ചെറിയ കാര്യമാക്കി മാറ്റും. അവർ പ്രശ്നങ്ങളെ പേടിച്ചോടില്ല, അതിനെ എങ്ങനെ മറികടക്കാമെന്ന് നോക്കും. ഈ ഒരു വാചകം മനസ്സിൽ വെക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ വലിപ്പം മാത്രമേ നിങ്ങൾക്കുള്ളൂ. അതായത് ചെറിയൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം വരുമ്പോഴേക്കും നിങ്ങൾ തളർന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഇപ്പോഴും ചെറുതാണ് എന്നാണ്. സോ പ്രശ്നങ്ങളെ ഒരു തലവേദനയായി കാണാതെ നിങ്ങളെ തന്നെ വലുതാക്കാനുള്ള ഒരു ചാൻസ് ആയിട്ട് കാണുക. ശരി, നമ്മുടെ 4ാമത്തെ പാഠം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച്. നമ്മളിൽ ഭൂരിഭാഗം പേരും എപ്പോഴും ചിന്തിക്കുന്നത് മാസശമ്പളത്തെക്കുറിച്ചാണല്ലേ, വർക്കിംഗ് ഇൻകം.
പക്ഷേ സമ്പന്നർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ നെറ്റ് വർത്തിലാണ്. അതാണ് സമ്പത്തിന്റെ ശരിയായ അളവ്. എന്താണ് നെറ്റ് വർത്ത്? സിമ്പിളാണ്. നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ആസ്തികളും, സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ്സ്, അതിൽ നിന്ന് നിങ്ങളുടെ കടങ്ങളങ്ങ് കുറയ്ക്കുക. അതാണ് നെറ്റ് വർത്ത്. ഇതിന് 4 ഘടകങ്ങളുണ്ട്: വരുമാനം, സമ്പാദ്യം, നിക്ഷേപം, പിന്നെ സിംപ്ലിഫിക്കേഷൻ, അതായത് ആവശ്യത്തിന് മാത്രം ചെലവാക്കി ജീവിക്കുന്നത്. ഈ 4 കാര്യങ്ങളിലും ഒരുപോലെ ശ്രദ്ധിച്ചാലേ നെറ്റ് വർത്ത് കൂടുള്ളൂ. ഓക്കെ, നമ്മൾ ഇതുവരെ മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. വെറും തിയറി മാത്രമല്ല, പ്രാക്ടിക്കലായി നിങ്ങൾക്ക് ഇന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു ആക്ഷൻ സ്റ്റെപ്പ്. സമ്പന്നരുടെ നമ്പർ 1 ഹാബിറ്റ് എന്താണെന്നറിയോ? അവർ പണം വളരെ നന്നായി മാനേജ് ചെയ്യും. ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്ര പണമുണ്ട് എന്നത് ഒരു വിഷയമേ അല്ല. നിങ്ങൾക്ക് കിട്ടുന്ന 100 രൂപ പോലും ശരിയായി മാനേജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ലക്ഷങ്ങൾ മാനേജ് ചെയ്യുന്നത്, അല്ലേ? അപ്പോ ഇതാണാ സിസ്റ്റം. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം അത് എത്ര ചെറുതാണെങ്കിലും അതിനെ 6 അക്കൗണ്ടുകളായിട്ട് അല്ലെങ്കിൽ ജാറുകളായിട്ട് തിരിക്കുക. നോക്കൂ, 50% നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക്, അതായത് വാടക, ഭക്ഷണം, ഇതിനൊക്കെ. പിന്നെ വളരെ പ്രധാനപ്പെട്ട 10% ഫിനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ടിലേക്ക്. ഈ പൈസ ഒരിക്കലും ഒരു കാരണവശാലും ചെലവാക്കരുത്. ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ വരുന്ന 10% വീതം ലോങ് ടേം സേവിങ്സിനും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനും, പിന്നെ ഒന്ന് അടിച്ചുപൊളിക്കാൻ. അതിനെ പ്ലേ അക്കൗണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ 10% മറ്റുള്ളവർക്ക് കൊടുക്കാനും. ഞാൻ വീണ്ടും പറയുവാണ്, ഇത് ഇന്ന് തന്നെ തുടങ്ങുക. നിങ്ങളുടെ വരുമാനം കുറവാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. കയ്യിൽ 10 രൂപയേ ഉള്ളൂ എങ്കിലും അതിനെ ഈ പറഞ്ഞതുപോലെ ഭാഗിക്കുക. കാരണം ഇവിടെ എമൗണ്ടിനല്ല പ്രാധാന്യം, ആ ശീലത്തിനാണ്. ഹാബിറ്റാണ് പ്രധാനം. ആ ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ പണം തനിയെ നിങ്ങളെ തേടിവരും. അപ്പോ നമ്മൾ പഠിച്ചതെല്ലാം ഈയൊരു വാചകത്തിൽ ഒതുക്കാം. പ്രവൃത്തിയാണ് നമ്മുടെ ഉള്ളിലെ ലോകത്തെയും പുറം ലോകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം. എത്ര വലിയ മൈൻഡ് സെറ്റ് മാറിയിട്ടും കാര്യമില്ല. അത് ആക്ഷനിലേക്ക് വന്നില്ലെങ്കിൽ ഒരു റിസൾട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോ എന്റെ അവസാനത്തെ ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളുടെ ആ ഇന്നർ വേൾഡിനെ, ആ ഫിനാൻഷ്യൽ ബ്ലൂ പ്രിന്റിനെ മാറ്റാൻ നിങ്ങൾ ശരിക്കും തയ്യാറാണോ? കാരണം എല്ലാ മാറ്റവും തുടങ്ങുന്നത് അവിടെ നിന്നാണ്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന്.